ഷാജു, നിങ്ങൾ കേരളത്തോട് കാണിക്കുന്ന വിവേചനം പ്രതിപക്ഷം വേണ്ടത്ര ശബ്ദമുയർത്തിയില്ല എന്നതാണ് സർക്കാരിന്റെ വാദം. ഇന്നും ഇപ്പോ ഇരിങ്ങാലക്കുടയിൽ മുഖ്യമന്ത്രി സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. കേന്ദ്രം കേരളത്തെ ഞെരിക്കുകയും കേരളത്തെ ദ്രോഹിക്കാൻ ശ്രമിക്കുകയും ചെയ്യുമ്പോൾ പ്രതിപക്ഷം അതിനോടൊപ്പം നിൽക്കുകയാണ് എന്നതാണ് മുഖ്യമന്ത്രി പറയുന്നത്. ഇന്ന് ഗവർണറെ കുറിച്ച് കൂടി പറഞ്ഞു. ഗവർണറെ കൂടി ഉപയോഗിച്ചുകൊണ്ടാണ് കേരളത്തിനെതിരെ പോരാടുന്നത്. അപ്പോഴും പ്രതിപക്ഷം നിശബ്ദമാണ് എന്നാണ് പറയുന്നത്. കേന്ദ്രം കേരളത്തോട് കാണുന്ന വിവേചനത്തെ വിളിച്ചു പറയാനും കൂടി ഈ നവകേരള സദസ്സ് ഉപയോഗിക്കുന്നത് എന്താ തെറ്റ്? അല്ല, കേന്ദ്ര സർക്കാരിനെ സംബന്ധിച്ച് കേന്ദ്ര സർക്കാർ കേരളത്തിന് ചില്ലിക്കാശ് കൊടുക്കാനില്ല. അങ്ങനെ പറയരുത്. ചില്ലിക്കാശ് കൊടുക്കാനില്ല. ഞാൻ തെളിവ് തരാം. ഞാൻ കണക്ക് പറയാം. 5732 കോടി രൂപ കൊടുക്കാനില്ല. അരുൺ വെറുതെ സർക്കാരിനെ സഹായിക്കുന്ന നിലപാട് സ്വീകരിക്കില്ല. സർക്കാർ തെറ്റു പറഞ്ഞാൽ നമ്മൾ ചൂണ്ടിക്കാണിക്കും. ഇനി കേന്ദ്രം പറഞ്ഞാലും നമ്മൾ ചൂണ്ടിക്കാണിക്കും. BJPക്ക് പറയാനുള്ള പറയട്ടെ. അതായത് NDRF 3000 കോടി രൂപ കേന്ദ്രം കേരളത്തിന് കൊടുത്തു. അതിൽ 900 കോടി രൂപ മാത്രമാണ് ചിലവഴിച്ചത്. വീണ്ടും 2500 കോടി രൂപ കൊടുത്തു. അതിന്റെ ഒരു ചില്ലിക്കാശ് പോലും ചെലവഴിച്ചില്ല. അതുമാത്രമല്ല അതിന് യൂട്ടിലൈസേഷൻ സർട്ടിഫിക്കറ്റ് കൊടുത്തിട്ടില്ല. 5500 കോടി കൊടുത്തിട്ട് 900 കോടി രൂപ മാത്രമാണ് ചെലവഴിച്ചിട്ടുള്ളത്. അതുമാത്രമല്ല ദേശീയപാത വികസനത്തിന് 65,000 കോടി രൂപയാണ് കേന്ദ്ര സർക്കാർ കൊടുത്തത്. ഒറ്റ ചോദ്യം, അതിനകത്തൊരു 5880 കോടി രൂപ സംസ്ഥാനത്തിന്റെ കയ്യിൽ നിന്ന് പിരിച്ചു. സ്വാഭാവികമായിട്ട് നമുക്ക് അറിയാൻ സാധിക്കും. എല്ലാ സംസ്ഥാനങ്ങൾക്കും വിഹിതമുണ്ട്. അല്ലല്ല, 65,000 കേന്ദ്രം കൊടുത്തു. നമ്മുടെ ഇന്ത്യ, നമ്മുടെ ഭാരതം. ഒരൊറ്റ സംശയം, അതിന് കേരളത്തിൽ നിന്ന് 5880 കോടി എന്തിനാണ് കടത്തിന്റെ പരിധിയിൽ ഉൾപ്പെടുത്തി കേന്ദ്രം വാങ്ങിയത്? ഇന്നലെ ഇന്ത്യയുടെ പാർലമെന്റില് 5-ാം തീയതി ഇന്ത്യയുടെ പാർലമെന്റില് കേന്ദ്രമന്ത്രി നൽകിയ മറുപടിയാ. ഇതൊന്ന് വായിച്ചു നോക്കണം വരുൺ. തൊഴിലുറപ്പ് പദ്ധതിയില് ചില്ലിക്കാശ് കേരളത്തിന് കേന്ദ്രം കൊടുക്കാനില്ല. ദേശീയപാതയിലേക്ക് തിരിച്ചു വരൂ. ദേശീയപാതയിൽ കേരളത്തിന്റെ 5870 കോടി രൂപ, 5885 കോടി രൂപ ദേശീയപാതയുടെ കണക്ക് ഞാൻ പറഞ്ഞുതരാം. എന്തിനു നിങ്ങൾ വാങ്ങി? ദേശീയപാതയുടെ കണക്ക് ഞാൻ പറഞ്ഞുതരാം. അതായത് 160 കിലോമീറ്റർ ദേശീയപാത നിർമ്മിച്ച കേന്ദ്ര സർക്കാരാ. ചോദ്യം ഇതാണ്, ആ ദേശീയപാതയിൽ 5885 കോടി സംസ്ഥാനത്തിന്റെ കയ്യിൽ നിന്ന് എന്തിനു വാങ്ങി? 1181 കോടി രൂപയാണ് 2014 മുൻപിൽ ഈ കേരളത്തില് അനുവദിച്ചത്. 2014 ശേഷം 65,000 കോടി രൂപ അനുവദിച്ചു. അതുമാത്രമല്ല, ഒരു കാര്യം മനസ്സിലാക്കണം, കേരളത്തിലെ PWD റോഡുകൾക്ക് 506 കോടി രൂപയാണ് കേന്ദ്രം കൊടുത്തത്. അതുമാത്രമല്ല, നിങ്ങൾ മനസ്സിലാക്കണം. ഇതിനകത്ത് എന്തുകൊണ്ടാണ് കേരളത്തിൽ നിന്നും മാത്രം നിങ്ങൾ പണം അങ്ങോട്ടെടുത്തത് റോഡ് നിർമ്മാണത്തിന്? എല്ലാ സംസ്ഥാനങ്ങൾക്കും ഭൂമി ഏറ്റെടുക്കുന്നത്. കേരളമല്ലാതെ ഏത് സംസ്ഥാനത്ത് നിന്ന് 5000 കോടി രൂപ ദേശീയപാത വികസനത്തിന് വാങ്ങി? ദേശീയപാത വികസനത്തിന്റെ ഭാഗമായി ഭൂമി എല്ലാ സംസ്ഥാനവും ഉണ്ട്. കേരളത്തിലെ കേരളത്തിന് തിരിച്ചു വരൂ. ഇനി കേരളത്തിന്റെ കിട്ടാനുള്ള 5732 കോടിയുണ്ട്. 57,000 കോടിയൊന്നും നമ്മൾ വിശ്വസിക്കുന്നില്ല. അത് കിട്ടാത്ത പണമാണ്, അതിന് കിട്ടുന്നില്ല. പക്ഷെ അത് രാഷ്ട്രീയ വിമർശനമുണ്ട്. 602 കോടി രൂപയായിരുന്നു ഗ്രാന്റ്. ആ ഗ്രാന്റ് 22,171 കോടി രൂപ കേന്ദ്രം കൊടുത്തല്ലോ. ഇനി GST ഞാൻ ചോദിച്ചോട്ടെ, GSTയുടെ കണക്ക് എന്താ കൊടുക്കാത്തെ? GSTയുടെ കണക്ക് കൊടുക്കുന്നില്ലല്ലോ. ഇനി അല്ല, ഞാൻ പറഞ്ഞോട്ടെ, GSTയുടെ കണക്ക് കൊടുക്കുന്നില്ല. അത് മാത്രമല്ല, ഒരു കാര്യം മനസ്സിലാക്കണം. അതായത് കേരളം പിടിക്കേണ്ട നികുതി കുടിശ്ശിക, ആ നികുതി കുടിശ്ശിക 28,258 കോടി രൂപ. പറഞ്ഞോട്ടെ, നികുതി കുടിശ്ശിക കേരളം പിടിച്ചെടുത്തിട്ടില്ല.
GST ഗ്രാന്റ് 14,000 കോടി രൂപ GST ഗ്രാന്റ് പിടിച്ചെടുത്തിട്ടില്ല. എന്താ പിടിച്ചെടുക്കാത്ത? സ്വന്തം 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 തനത് നികുതി വരുമാനത്തിൽ കേരളത്തിൽ വർധനമുണ്ടായിട്ടുണ്ട്. തനത് നികുതി വരുമാനത്തിൽ കേരളത്തിൽ വർധനമുണ്ടായിട്ടുണ്ട്. 18,000 കോടിയുടെ വർധനവ് കേരളത്തിന്റെ തനത് നികുതി വരുമാനത്തിൽ ഉണ്ടായിട്ടുണ്ട്. ചെലവ് കുറഞ്ഞിട്ടുണ്ട്. അതൊക്കെ നമ്മുടെ മുന്നിലുള്ള കണക്കാണ്. എന്റെ ചോദ്യം ഇതാണ് കേന്ദ്രം കേരളത്തിന് 5,732 കോടി മറ്റോ കൊടുക്കാനുണ്ടെന്ന് പറയുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ദുരിതാശ്വാസ സഹായമായിരുന്നു 138 കോടി കിട്ടിയിട്ടില്ല. സ്റ്റേറ്റ് ഡിസാസ്റ്റർ ഫണ്ട് 69 കോടി കിട്ടിയിട്ടില്ല. ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് സ്പെഷ്യൽ അസിസ്റ്റൻസ് 1925 കോടി കിട്ടിയിട്ടില്ല. ഭക്ഷ്യസുരക്ഷാ പദ്ധതി 790 കോടി കിട്ടിയിട്ടില്ല. ഗ്രാമവികസന ഗ്രാന്റ് 760 കോടി കിട്ടിയിട്ടില്ല. നഗരവികസന ഗ്രാന്റ് 700 കോടി കിട്ടിയിട്ടില്ല. ഇന്നും ഉന്നത വിദ്യാഭ്യാസ മന്ത്രി പറയുന്നു UGCയുടെ ശമ്പള പരിഷ്കരണത്തിന്റെ കുടിശ്ശികയായിട്ട് 750 കോടി രൂപയ്ക്ക് 2 തവണ കത്തെഴുതിയത് കള്ളം പറയുകയാണ് നിർമ്മലാ സീതാരാമൻ. പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഡയറക്ടർ അദ്ദേഹം പറഞ്ഞത് എന്താ? ഉച്ചക്കഞ്ഞി വിതരണം ചെയ്യുന്നതില് 32 കോടി രൂപ കേന്ദ്രം കൊടുത്ത പണം ചെലവഴിച്ചിട്ടില്ല. പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ പറഞ്ഞാണ്.